കല്ലാർകുട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടിംഗ് ആരംഭിച്ചെങ്കിലും പിന്നീട് നിലച്ചു. തോട്ടാപുരയിലെ തുരങ്കത്തിന്റെയും വിവിധ വ്യൂ പോയിന്റുകളുടെയും ആളൊഴിഞ്ഞു കിടക്കുന്ന കല്ലാർകുട്ടി മേഖലയിലെ KICB കെട്ടിടങ്ങളുടെയും ഒക്കെ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കല്ലാർകുട്ടി അണക്കെട്ടുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിവിധ വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മുമ്പ് കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് നിലച്ചു. കല്ലാർകുട്ടിക്ക് പുറമെ സമീപ പ്രദേശങ്ങളുടെ സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തിയാൽ സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. തോട്ടാപ്പുരയിലെ തുരങ്കം സഞ്ചാരികളെ ആകർഷിക്കാനുതകുന്ന നിർമ്മിതിയാണ്. കരമാർഗത്തിന് പുറമെ ക്രമീകരണമൊരുക്കിയാൽ ഇവിടേക്ക് ജലമാർഗം വഴിയും എത്താനാകും. ആളൊഴിഞ്ഞു കിടക്കുന്ന കല്ലാർകുട്ടി മേഖലയിലെ KICB കെട്ടിടങ്ങളും വിനോദസഞ്ചാര സാധ്യതയ്ക്കായി പ്രയോജനപ്പെടുത്താമെന്ന വാദം ഉയരുന്നുണ്ട്. നമുക്ക് രണ്ട് തൂക്കുപാലം, ഒന്ന് കല്ലാർകുട്ടി റേഷൻകട സിറ്റിക്ക് താഴെയും ഒന്ന് ഈ മുതിരപ്പുഴയ്ക്ക് കുറുകയും രണ്ട് തൂക്കുപാലം നിർമ്മിക്കുകയും കുറേയധികം ബോട്ടിംഗ് ഏർപ്പെടുത്തുകയും ചെയ്താൽ ഉണ്ടായിരുന്നതാണ്. അത് കെടുകാര്യസ്ഥ മൂലം നശിച്ചുപോയതാണ്. ഇനി ഒരിക്കൽ കൂടി അത് പുനഃസ്ഥാപിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഈ പ്രകൃതി കാണുവാനും പുഴയിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കുവാനുമുള്ള അതിമനോഹരമായ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഈ നാട് ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം നടന്നു. നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾ അണക്കെട്ടിന് കുറുകെ കടന്ന് കല്ലാർകുട്ടിയിലേക്ക് എത്തുന്നത് വള്ളം ഉപയോഗിച്ചാണ്. ഇവിടെ ഒരു തൂക്കുപാലം നിർമ്മിച്ചാൽ അത് സഞ്ചാരികളെ ആകർഷിക്കുന്ന നിർമ്മിതിയാകും. കൊന്നത്തടി പഞ്ചായത്തിലെ വിവിധ വ്യൂ പോയിന്റുകൾ ടൂറിസം സാധ്യത തുറന്നിടുന്നവയാണ്. കല്ലാർകുട്ടി മേഖലയിൽ തരിശായി കിടക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ ഭൂമിയിൽ ഉദ്യാനം നിർമ്മിച്ചാൽ അതും കല്ലാർകുട്ടിയുടെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് കരുത്തു പകരുന്നതാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.